ഞാനൊരു മൂവി കണ്ടു, അതിൻ്റെ റിവ്യൂ ആയിട്ട് വന്നതാണ്. ഞാൻ സാധാരണ ഒരു സിനിമയുടെ റിവ്യൂ ഇടുന്ന ആളൊന്നും അല്ല, പക്ഷേ എങ്കിലും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് വരുന്നതാണ്. തുടരും എന്നുള്ള മൂവിയാണ് കണ്ടത്. ഒന്നും പറയാനില്ല. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചൊലയ്ക്കുന്ന ഒരു സിനിമയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് എനിക്ക് തോന്നുന്നു തന്മാത്ര സിനിമ, ആ തന്മാത്ര സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നിയ ഒരു സിനിമയാണ് ഇന്ന് കണ്ടത്, തുടരും എന്ന് പറഞ്ഞ മൂവി. ഈ സിനിമയിൽ നമുക്ക് പഴയ ഒരു മോഹൻലാലിനെ തിരിച്ചു കിട്ടി. മോഹൻലാലിൻ്റെ ലുക്കിലാണെങ്കിലും മോഹൻലാലിൻ്റെ ആ ഒരു സിനിമയിലുള്ള ഒരു അഭിനയത്തിലാണെങ്കിലും എല്ലാം എന്തുകൊണ്ടും ഒരു പഴയ മോഹൻലാലിനെയാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ഫാമിലി മൂവിയായിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരിതാണ്. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിഞ്ഞ ശേഷം പിന്നെ ആ മൂവിയുടെ ലെവലേ മാറി. പിന്നെ നമുക്ക് ശ്വാസം അടക്കി പിടിച്ചിരുന്നാൽ ഓരോ സീൻസും ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കാണാൻ പറ്റുന്നത്, എന്താണ് നെക്സ്റ്റ് എന്താണെന്നുള്ള ഇത്. പിന്നെ പൊതുവെ ഒരു വിഷമമുള്ള സിനിമയാണ്. പല സന്ദർഭങ്ങളിലും കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ ഒരു വിഷമം തോന്നുന്ന ഫിലിം ആണെങ്കിൽ പോലും സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടുകൂടിയാണ് ഇറങ്ങുന്നത്. നല്ലൊരു മൂവി കണ്ട ഫീല്, പഴയ മോഹൻലാലിനെ കിട്ടിയ ഫീല്, ശോഭന മോഹൻലാൽ കോംബോ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറേ നാളിന് ശേഷമാണല്ലോ അവരുടെ അങ്ങനെ ഒരു കോംബോ കാണാൻ പറ്റുന്നത്. പിന്നെ പല ഫൈറ്റ് സീൻസിലൊക്കെ ഒരു പുലിമുരുകൻ്റെ ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്റർവെല്ല് വരെ മോഹൻലാലിൻ്റെ തമാശയും പഴയ പാട്ടുകളും പണ്ടത്തെ സിനിമയിലൊക്കെ എങ്ങനെയാണോ ഒരു ചിത്രം, അങ്ങനെ ചിത്രം അതുപോലെയൊക്കെയുള്ള മൂവീസ് ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ, ഒരു കുസൃതി നിറഞ്ഞ മോഹൻലാൽ, അതേപോലെ ഒരു മോഹൻലാലിനെയാണ് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴേക്കും മോഹൻലാലിൻ്റെ ലെവലാകെ മാറും. പിന്നെ ദൃശ്യം, പുലിമുരുകൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു മോഹൻലാലായിട്ട് മാറും. ദൃശ്യത്തിൻ്റെയൊക്കെ ചെറിയൊരു ഇതൊക്കെ ഒരു ചെറിയൊരു വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും ദൃശ്യം പോലെ അല്ല. ദൃശ്യത്തിനേക്കാളൊക്കെ ഒരുപാടൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിനിമയാണിത്. ദൃശ്യം മൂവി പോലെ അല്ല. ദൃശ്യം ഒക്കെ നമുക്ക് കാണാൻ ഒരു പ്രാവശ്യം കണ്ട് ചിലപ്പോൾ 2-3 പ്രാവശ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന മൂവി തന്നെയാണ്. പക്ഷെ എന്നാലും ഇത് ദൃശ്യത്തിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കും. പിന്നെ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ, ഈ സിനിമയിലെ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ച പ്രകാശ്, ഫുൾ നെയിം എനിക്ക് ഓർമ്മയില്ല, പ്രകാശ് എന്ന് പറഞ്ഞ ആ ആളെ കൂടി പറയണം. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പുള്ളി. ഞാൻ പുള്ളിയുടെ വേറൊരു സിനിമയും കണ്ടിട്ടില്ല, വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആള് മോഹൻലാലിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് വെറുക്കുന്ന ഒരു വില്ലനായിട്ട് തോന്നത്തില്ല. വില്ലനാണെങ്കിൽ പോലും നമുക്കൊരു വെറുപ്പ് തോന്നത്തില്ല. ചിരിച്ചുകൊണ്ടാണ് പുള്ളി എല്ലാ ഇതിലും, ഒരു ചിരിയുണ്ട് ഫേസിൽ, അതുകൊണ്ട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നില്ല. മോഹൻലാലിൻ്റെ അതേപോലെ മോഹൻലാലിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരാളാണ് ഇതിലെ വില്ലനായിട്ട് അഭിനയിച്ച പ്രകാശ് എന്ന് പറഞ്ഞ ആള്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരിക്കലും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് നഷ്ടം വരത്തില്ല. കാരണം അത്രയും നല്ലൊരു മൂവിയാണ്. മലയാള ഫിലിംസിൽ ഇപ്പം നല്ല മൂവീസ് വരുന്ന വളരെ കുറവാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് തോന്നിയതാണിത്. ഞാൻ പറഞ്ഞല്ലോ, തന്മാത്രയ്ക്ക് ശേഷം എനിക്ക് നല്ലൊരു മൂവിയായിട്ട് തോന്നിയത്, നമ്മളെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു മൂവിയായിട്ട് തോന്നിയത് ഈ തുടരുമാണ്. ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ പോകണം. ഞാൻ പോയത് ഇന്ന് വൈകിട്ടുള്ള ഷോയ്ക്കാണ്. തിയേറ്ററിലൊക്കെ ഹൗസ്ഫുള്ളായിരുന്നു. ഇന്നലെയും ഹൗസ്ഫുള്ളായിരുന്നു, ഇന്നും ഹൗസ്ഫുള്ളാണ്. അത്രയും ഓഡിയൻസ് ഉണ്ട്. എല്ലാം ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതലുള്ളത്. നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.